ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച 7ാമത്തെ മലയാള സിനിമയാണ് കളങ്കാവൽ. ഇന്നലെ ഡിസംബർ 5 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ഈ സിനിമയ്ക്ക് എല്ലാ മേഖലയിൽ നിന്നും പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുക്കാനായത്. മമ്മൂട്ടിക്കൊപ്പം വിനായകൻ, ജിബിൻ ഗോപിനാഥ്, ഗായത്രി അരുൺ, രജിഷ വിജയൻ, ശ്രുതി രാമചന്ദ്രൻ എന്നിങ്ങനെ വമ്പൻ താരനിരയുള്ള ഈ സിനിമ ആദ്യ ദിവസത്തെ പോലെ തന്നെ രണ്ടാം ദിവസമായി ഇന്ന് ശനിയാഴ്ചയും മികച്ച ട്രെൻഡിങ്ങാണ് നേടിയെടുത്തിരിക്കുന്നത്. ആദ്യ ദിവസം അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ ഈ സിനിമ 2,25,00,000 രൂപയായിരുന്നു കളക്ട് ചെയ്തതെങ്കിൽ രണ്ടാം ദിവസമായി ഇന്ന് ശനിയാഴ്ചയിലെ ഈ സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ 1,89,00,000 രൂപയാണ്. ആദ്യ ദിവസമായി ഇന്നലെ വെള്ളിയാഴ്ച മണിക്കൂറിൽ ബുക്ക് മൈ ഷോയിലൂടെ 10,000-ന് മുകളിൽ ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ട ഈ സിനിമയ്ക്ക് ഏറ്റവും ഒടുവിൽ കിട്ടിയ റിപ്പോർട്ടുകൾ പ്രകാരം നൈറ്റ് എക്സ്ട്രാ ഷോകളുടെ എണ്ണം 258 ഉയർന്നിട്ടുണ്ട്. അതേസമയം ആദ്യ ദിവസം കേരളത്തിൽ 260 സ്ക്രീനാണ് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നതെങ്കിൽ രണ്ടാം ദിവസം ഇന്ന് ശനിയാഴ്ചയിലേക്ക് എത്തിയപ്പോൾ 365 ഉയർന്നിട്ടുണ്ട്. ഇനി കളങ്കാവലിന്റെ ഇന്നലെ വെള്ളിയാഴ്ചയിലെ കളക്ഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിൽ അപ്ഡേറ്റുകൾ പ്രകാരം കേരളത്തിൽ 4,92,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1,15,00,000 ഉൾപ്പെടെ 6,07,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ആദ്യ ദിവസം ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. ആദ്യ ദിവസത്തെ ഈ സിനിമയുടെ വിദേശ കളക്ഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ 8,20,00,000 രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. അങ്ങനെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ഓപ്പണിംഗ് കളക്ഷനായി 14,27,00,000 രൂപയാണ് കളങ്കാവൽ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ ഡിസംബർ 5 വെള്ളിയാഴ്ച കളങ്കാവലിനെ കൂടാതെ ഒട്ടനവധി മലയാള സിനിമകൾ തിയേറ്ററിലെത്തിയിരുന്നു. ഇതിൽ ഏറ്റവും മികച്ച അഭിപ്രായം നേടിയെടുത്തിട്ടുള്ളത് ഇന്ദ്രജിത്ത് സുകുമാരൻ നായകനാകുന്ന ധീരം എന്ന സിനിമ തന്നെയാണ്. ജിബിൻ സുരേഷ് സംവിധാനം ചെയ്ത ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിൽ വന്ന ഈ സിനിമയിൽ വിജയരാഘവൻ, റീബ മോണിക്ക ജോൺ, ദിവ്യ പിള്ള, അജു വർഗീസ്, നിഷാന്ത് സാഗർ, റോഷൻ ബഷീർ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ ആദ്യ ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 13,35,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. കളങ്കാവലിനൊപ്പം ഇന്നലെ ഡിസംബർ 5 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മറ്റൊരു മലയാള സിനിമയാണ് പൊങ്കാല. എ.ബി. വിനിൽ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ശ്രീനാഥ് ഭാസി, ഹരീഷ് ഉത്തമൻ, ദുർഗാകൃഷ്ണ, ഇന്ദ്രൻസ്, പ്രവീണ, അലൻസിർ, ബിബിൻ ജോർജ് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ആക്ഷൻ രംഗങ്ങൾക്ക് പ്രാധാന്യമുള്ള ഈ സിനിമ നിലവിൽ മിക്സഡ് അഭിപ്രായമാണ് പൊതുവെ നേടിയെടുത്തിട്ടുള്ളത്. ഈ സിനിമ ഇന്നലെ കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 10,60,000 രൂപയാണ്. എന്തായാലും അത്ര മെച്ചപ്പെട്ട തുടക്കം ഈ സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ടില്ല. മനോജ് വാസുദേവ് സംവിധാനം ചെയ്ത ഖജുരാവോ ഡ്രീംസ് എന്ന മലയാള സിനിമ ഇന്നലെ ഡിസംബർ 5 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയിരുന്നു. അർജുൻ അശോകൻ, ഷറഫുദ്ദീൻ, ശ്രീനാഥ് ഭാസി, അതിഥി രവി, രാജ് അർജുൻ, ചന്തുനാഥ്, ധ്രുവൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. സേതു തിരക്കഥ എഴുതിയ ഈ സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ഗോപി സുന്ദറാണ്. ഈ സിനിമയെക്കുറിച്ച് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പ്രതീക്ഷിച്ചതുപോലെ ഒരു പോസിറ്റീവ് അഭിപ്രായം ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഖജുരാവോ ഡ്രീംസ് കേരളത്തിൽ ആദ്യ ദിവസം നേടിയെടുത്തിരിക്കുന്നത് കേവലം 4,00,000 രൂപ മാത്രമാണ്. ആദിത്യധർ തിരക്കഥ സംവിധാനം ചെയ്ത് ഇന്നലെ ഡിസംബർ 5 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് ദുരന്തർ. രൺവീർ സിംഗ്, സഞ്ജയ് ദത്ത്, അക്ഷയ് ഖന്ന, മാധവൻ, അർജുൻ രാംപാൽ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ തന്നെയാണ് ബുക്ക് മൈ ഷോയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെടുന്നത്. ഈ സിനിമയുടെ ആദ്യ ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയിലെ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ കേരളത്തിൽ 16,80,000 രൂപയാണ് കളക്ട് ചെയ്തത്. ആദ്യ ദിവസം ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 32,40,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വിദേശ കളക്ഷനായി ആദ്യ ദിവസം 7,60,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ഓപ്പണിംഗ് കളക്ഷനായി 40 കോടി രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. നവംബർ 21 തിയേറ്ററിൽ നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിരിക്കുന്ന മലയാള സിനിമയാണ് എക്കോ. ബാഹുൽ രമേശിന്റെ തിരക്കഥയിൽ ദിഞ്ചിത്ത ചേതൻ സംവിധാനം ചെയ്ത ഈ സിനിമ വ്യാഴാഴ്ച വരെയുള്ള 14 ദിവസം കൊണ്ട് കേരളത്തിൽ 19,86,00,000 രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. 15ാം ദിവസം ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ കേരളത്തിൽ 32,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 15 ദിവസം കൊണ്ട് കേരളത്തിൽ 20,18,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 32 കോടി റേഞ്ചിലുമാണ്. പൃഥ്വിരാജ് സുകുമാരൻ നായകനായി നവാഗനായ ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്ത വിലായത്ത് ബുധ തിയേറ്ററിലെത്തിയത് നവംബർ 21 ആദ്യ 14 ദിവസം കൊണ്ട് കേരളത്തിൽ ഈ സിനിമ 5,38,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. 15ാം ദിവസം ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ കേരളത്തിൽ 4,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 5,42,00,000 രൂപയാണ് കേരളത്തിൽ ഈ സിനിമ 15 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 9 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ധനുഷ് നായകനായി ആനന്ദ് എൽ റായ് സംവിധാനം ചെയ്ത് നവംബർ 28 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്തിയ ബോളിവുഡ് സിനിമയാണ് തേരെ ഇഷ്ക് മേം. കൃതി സെനോം, പ്രകാശ് രാജ് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയ്ക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് A.R. റഹ്മാനാണ്. ഈ സിനിമ 8ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 1,95,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 8 ദിവസം കൊണ്ട് 46,40,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ആദ്യ 8 ദിവസം കൊണ്ട് 103,75,00,000 സ്വന്തമാക്കിയ ഈ സിനിമ വിദേശ കളക്ഷനായി നേടിയെടുത്തത് 14,25,00,000 രൂപയായിരുന്നു. ടോട്ടൽ 8 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 118 കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.